കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്ത് ഡൽഹിയെ നടുക്കിയ നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2004-നും 2014-നും ഇടയിൽ നടന്ന സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആർ കിരൺ ബാബു ഡൽഹി സ്ഫോടനങ്ങളുടെ ചരിത്രം വിവരിക്കും. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്ത് ഡൽഹിയെ നടുക്കിയ നിരവധി സ്ഫോടനങ്ങളിൽ ഏറ്റവും ഇന്ത്യക്ക് നാണക്കേടുണ്ടായ സ്ഫോടനം അത് പാർലമെന്റ് ആക്രമണമായിരുന്നുവെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാക്കിയ സ്ഫോടനം 2005-ലെ സ്ഫോടനമായിരുന്നു. അതിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് മരണവും ഒക്കെ ഉണ്ടായത്. അത് മാർക്കറ്റ് പ്ലേസുകളിൽ നടന്ന സ്ഫോടനമാണ്. ഈ 3 പതിറ്റാണ്ടിലെ സ്ഫോടനത്തിൽ ഏറ്റവും ആദ്യത്തേത് 1996 മെയ് 21-ന് നടന്ന സ്ഫോടനമാണ്. അത് ലജ്പത് നഗറിലാണ് ഈ സ്ഫോടനം നടന്നത്. അന്ന് 13 പേർ മരിക്കുകയും 39 പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തത്. ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടാണ് ഇങ്ങനെ ഒരു സ്ഫോടനം അന്ന് നടത്തിയത്. അന്ന് വാജ്പേയിയുടെ 16 ദിവസത്തെ ഭരണകാലത്തിനിടയിലായിരുന്നു. ചെറിയ സമയത്താണ് അങ്ങനെ ഒരു സ്ഫോടനം നടന്നത്. പിന്നീട് നടന്ന പ്രധാനപ്പെട്ട ഡൽഹിയിൽ നടന്ന സ്ഫോടനം 2000 ഡിസംബർ 22-നായിരുന്നു. അവിടെ നിന്നാണ് ഇന്നത്തേതിന് സമാനമായി റെഡ് ഫോർട്ടിലാണ് അന്നും ഈ സ്ഫോടനം നടന്നത്. ഈ സ്ഫോടനത്തിൽ 3 പേർ മരിക്കുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലഷ്കർ എ തോയ്ബ എന്ന് പറയുന്ന ഇന്ത്യക്കെതിരെ നിരന്തരം പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ കേന്ദ്രമാക്കിയ ലോകത്തിന് തന്നെ ഭീഷണിയായ ഭീകരവാദ സംഘടനയായിരുന്നു അന്ന് ഈ സ്ഫോടനം നടപ്പാക്കിയത്. ഇപ്പോഴും അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് റെഡ് ഫോർട്ടിലേക്കുള്ള സ്ഫോടനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ലജ്പത് നഗറിൽ ഒരു മാർക്കറ്റ് പ്ലേസിലാണ് സ്ഫോടനം നടത്തിയെങ്കിൽ പിന്നീട് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട അധികാര കേന്ദ്രത്തിന് നേരെ സ്ഫോടനം നടത്തി. ഇന്ത്യയുടെ ഒരു ലോകത്തിന് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട അധികാര ചിഹ്നമാണ് ചെങ്കോട്ട എന്ന് പറയുന്നത്. ആ ചെങ്കോട്ടയ്ക്ക് നേരെയാണ് ഇവർ ആക്രമണം നടത്തുന്നത്. അതിനുശേഷമാണ് ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു ആക്രമണം നടന്നത്. 2001 ഡിസംബർ 13-ന് നടന്ന പാർലമെന്റ് ആക്രമണമായിരുന്നു. വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് ഈ ആക്രമണം നടന്നത്. മരണം 7-ഉം പരിക്കേറ്റത് 18 പേർക്ക് മാത്രമായിരുന്നെങ്കിലും ഒരു രാജ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും സുരക്ഷ ഒരുക്കുന്ന മേഖല, അല്ലെങ്കിൽ ഏറ്റവും ആ തരത്തിൽ പരിഭാവനമായി കരുതുന്ന അധികാരത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായി കരുതുന്നത് ആ രാജ്യത്തിൻ്റെ പാർലമെന്റാണ്. ആ പാർലമെന്റ് നേരെയാണ് ഭീകരവാദികൾ ആക്രമണം നടത്തിയത്. ജെയ്ഷെ മുഹമ്മദും ലഷ്കർ എ തോയ്ബയായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ. ഇന്ത്യയിൽ ആ കാലങ്ങളിലൊക്കെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണങ്ങൾക്ക് പിന്നിലെല്ലാം തന്നെ LETയുടെ ലഷ്കർ എ തോയ്ബയുടെ പങ്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. ഇന്ത്യക്ക് ഏറ്റവും വലിയ നാണക്കേടും തിരിച്ചടിയും ഒക്കെ ഉണ്ടായ ഒരു ആക്രമണമായിരുന്നു ഈ പാർലമെന്റ് ആക്രമണം. ഈ ലോകത്താകമാനമുള്ള ഭീകരവാദ സംഘടനകളുടെ ഒരു അധികാരത്തിൻ്റെ, അല്ലെങ്കിൽ അവർ എങ്ങനെയാണോ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ആ ഒരു ക്രമം പരിശോധിച്ചാൽ തന്നെ അറിയാം. ആദ്യഘട്ടത്തിൽ അവരെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റ് പ്ലേസിലോ ഒക്കെ കൊണ്ടുവന്ന് ബോംബ് വെക്കുക, ആ ബോംബ് പൊട്ടിത്തെറിക്കുക. താരതമ്യേന കുറഞ്ഞ ഇന്റലിജൻസ് മതി അതിന്. 1-2 ചാവേറുകളാവാൻ തയ്യാറുള്ള ആളുകളുണ്ടെങ്കിൽ രാജ്യത്തേക്ക് സ്ഫോടവസ്തുക്കൾ എത്തിച്ച് ആൾക്കൂട്ടത്തിനിടയിൽ കൊണ്ടുപോയി സ്ഫോടവസ്തു വെക്കുക, അത് പൊട്ടിത്തെറിച്ച് കൂടുതൽ പേർ മരിക്കുന്നു. കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാവുക വഴി ആ ഭീകരവാദ സംഘടനയ്ക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ വരുന്നു. അതിനുശേഷം പിന്നീട് കൂടുതൽ ഇന്റലിജൻസ് ആവശ്യമായതാണ് ഈ റെഡ് ഫോർട്ട് പോലൊരു സ്ഥലത്തേക്ക് സ്ഫോടനത്തെ എത്തിക്കാന്ന്. ഇതിനിടയിൽ അവർക്ക് അവിടെ ഇന്ത്യയിലെ സൈനിക ആസ്ഥാനത്തെ സൈക്കിൾ ഷെഡിലും ഒരു ചെറിയ തരത്തിലുള്ള സ്ഫോടനത്തിനുള്ള ശ്രമം അവർ നടത്തിയിരുന്നു. അതൊക്കെ ആ സ്ഥലത്തേക്കൊക്കെ കടന്നു കയറുക എന്നാൽ ഇന്റലിജൻസിൻ്റെ ഏറെ ആവശ്യമായ ഒന്നാണ്. അതിനുശേഷമാണ് പാർലമെന്റ് ആക്രമണം. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതമായ മേഖല, അവിടേക്ക് അവർ ആക്രമണം നടത്തിയത്. പിന്നീട് അതിന് മേലേക്ക് ഒരു ആക്രമണം നടത്തണമെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയിരിക്കുന്ന ആളുകളെയൊക്കെ വധിക്കുകയോ അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ആക്രമണമൊക്കെ നടത്തണം. അതിനുള്ള ശേഷി ഒരു കാരണവശാലും ഈ ഭീകര സംഘടനകൾക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇതോടുകൂടി പാർലമെന്റ് ആക്രമണത്തോടുകൂടി ഇന്ത്യൻ സുരക്ഷാ സേനയാകെ ഇന്ത്യയിൽ അത്തരത്തിലേക്കുള്ള സുരക്ഷാ സംവിധാനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തി ഒരു തരത്തിലും ഇത്തരം സ്ഫോടനങ്ങളും നടത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. എപ്പോഴും നമ്മൾ ഓർക്കണം, ഒരു ഭീകര സംഘടന ഒരിക്കൽ സ്ഫോടനത്തിന് വിജയിക്കുന്നുവെങ്കിൽ അവർ 100 തവണ ഇത്തരം അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടാകും. അതിൽ 99 തവണയും നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതൊക്കെ തകർക്കും. ഒരു തവണയായിരിക്കും വിജയിക്കുക. പക്ഷേ അവർക്ക് ഒരു തവണ വിജയിച്ചാൽ മതി ലോകത്തിന് മുന്നിൽ അവരുടെ വിജയം കാണിക്കാൻ വേണ്ടി. പക്ഷേ സുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. 100 തവണയും പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ സുരക്ഷാ സംവിധാനം പൂർണ്ണമായും ഫുൾ പ്രൂഫ് ആണെന്ന് പറയാൻ കഴിയും. എന്തായാലും 2001 ഡിസംബർ 13-ലെ പാർലമെന്റ് ആക്രമണത്തിന് ശേഷമുണ്ടായ പ്രധാനപ്പെട്ട ആക്രമണം 2005 ഒക്ടോബർ 29-ന് 1ാം UPA സർക്കാരിൻ്റെ കാലത്ത് മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്തുണ്ടായ സ്ഫോടനമാണ്. അത് സരോജിനി നഗറിലും പപ്പഡ്ഗഞ്ചിലും ഗോവിന്ദപുരിയിലെ ഒരു ബസ്സിലുമായിരുന്നു തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഇത് 3ഉം ഒരു ദീപാവലിക്ക് ഏതാനും 1-2 ദിവസം മുമ്പാണ് ഈ സ്ഫോടനം നടന്നത്. സ്വാഭാവികമായും ഇതെല്ലാം വലിയ ചന്തകളാണ്. ഈ ചന്തകളിലേക്ക് ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന സമയത്താണ് ഈ സ്ഫോടനം നടന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതിൽ 62 മരണമാണ് ഉണ്ടായത്. പരിക്കേറ്റത് 210 പേർക്കാണ്. ഏറ്റവും കൂടുതൽ പേർ മരിക്കുകയും ഏറ്റവും കൂടുതൽ പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത ഒരു സ്ഫോടനമായിരുന്നു ഇത്. 2025 ഒക്ടോബർ 29-ന് നടന്ന സ്ഫോടനം. അന്ന് ലഷ്കർ എ തോയ്ബ തന്നെയായിരുന്നു ഈ സ്ഫോടനത്തിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. 2008 സെപ്റ്റംബർ 13-നാണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്ഫോടനം നടന്നത്. ഇതും ഒരു തുടർ സ്ഫോടനമായിരുന്നു. ഈ സ്ഫോടനം 31 മിനിറ്റിലുള്ളാണ് 5 സ്ഫോടനങ്ങൾ ഉണ്ടായത്. അതും മാർക്കറ്റുകളിലായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് അധികാര കേന്ദ്രങ്ങളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് ആ
അതിനേക്കാൾ മുകളിൽ എത്താൻ കഴിയാത്തപ്പോൾ അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങൾ എത്താൻ കഴിയാത്തപ്പോൾ വീണ്ടും താഴെ തട്ടിലേക്ക് ഏറ്റവും ഇന്റലിജൻസ് കുറവായ മേഖല എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് പ്ലേസുകളിൽ ചന്തകളിൽ ആളുകൾ കൂടുന്ന ഇടയ്ക്കൊക്കെ കൊണ്ടുവന്ന് സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിച്ച് കൂടുതൽ പേരെ കൊലപ്പെടുത്തുക, അങ്ങനെ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഇത് പ്രധാനമായും കരോൾ ബാഗിലെ ഗഫാർ മാർക്കറ്റിലും കൊണാട്ട് പ്ലേസിലും തൊട്ടു പിന്നാലെ തന്നെ ഗ്രേറ്റർ കൈലാഷിലെ എം ബ്ലോക്കിലുമാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഈ കരോൾ ബാഗിലെ ആദ്യ സ്ഫോടനം ഉണ്ടാകുന്നതിന് തൊട്ടു പിന്നാലെയാണ് അന്ന് ഡൽഹി ലേഖനായിരുന്നു ഞങ്ങളടക്കമുള്ളവരൊക്കെ ഈ ആശുപത്രിയിൽ RML ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെയാണ് വീണ്ടും അവിടെ കൊണാട്ട് പ്ലേസിൽ സ്ഫോടനം ഉണ്ടായിട്ടുള്ള വാർത്തകൾ വരുന്നത്. വളരെ വേഗമാണ് ആശുപത്രിയിൽ നിന്ന് ആളുകളെയൊക്കെ എല്ലാവരെയും അവർ വീണ്ടും ഒഴിപ്പിച്ചത്. ആശുപത്രി പോലുള്ള സ്ഥലത്ത് സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പോലീസ് പെട്ടെന്ന് പറയുക. അത് ആൾക്കൂട്ടം ഉണ്ടാകാൻ സാധ്യതയില്ല. അവരങ്ങനെയാണ്, ഒരു സ്ഫോടനം നടത്തിയാൽ പിന്നീട് ആൾക്കൂട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള അടുത്ത സ്ഥലത്ത് തൊട്ടു പിന്നാലെ സ്ഫോടനം നടത്തുന്നു, അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് സ്ഫോടനം നടത്തുന്നു. അതിനിടയിൽ മറ്റൊരു സ്ഥലത്ത് കൂടി ഇതിന് തൊട്ട് കീഴിൽ തന്നെയാണ് ഇന്ത്യ ഗേറ്റ്. ഇതെല്ലാം 2-3 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന സ്ഥലങ്ങളാണ്. ഇന്ത്യ ഗേറ്റിൽ സ്ഫോടനത്തിന് വേണ്ടി 4 ബോംബുകൾ സ്ഥാപിച്ചിരുന്നു. പക്ഷേ ആ 4 ബോംബ് ഈ സമയത്തിനുള്ളിൽ തന്നെ കണ്ടെത്തി നിർവീര്യമാക്കാൻ അന്നത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് അത്തരം ഒരു സ്ഫോടനം അവിടെ ഒഴിവായി. ഇന്ത്യൻ മുജാഹിദീനായിരുന്നു ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പിന്നീട് അതേ വർഷം തന്നെ 2008 സെപ്റ്റംബർ 27-ന് അതേ വർഷമല്ല അതേ മാസം തന്നെ മറ്റൊരു സ്ഫോടനം കൂടി ഉണ്ടായി. അത് മെഹ്റോളിയിലെ ഫ്ലവർ മാർക്കറ്റിലായിരുന്നു. അന്ന് 3 പേർക്ക് മരിക്കുകയും 21 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു സ്ഫോടനമായിരുന്നു അത്. പിന്നീട് 2011 2008 ശേഷം പിന്നീട് ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് 2011 സെപ്റ്റംബർ 7-നാണ്. അത് ഡൽഹി ഹൈക്കോടതിയുടെ 5-ാം നമ്പർ ഗേറ്റിന് സമീപമായിരുന്നു അത്തരം ഒരു സ്ഫോടനം ഉണ്ടായത്. ആ സ്ഫോടനം ഒരു ബ്രീഫ് കേസിലായിരുന്നു. ബോംബ് അവിടെ സ്ഥാപിച്ചിരുന്ന ഒരു വാഹനത്തിലാണ് ബോംബ് കൊണ്ടുവന്ന് ബ്രീഫ് കേസ് ബോംബായിരുന്നു അവിടെ പൊട്ടിത്തെറിച്ചത്. അതിൽ 15 പേർക്ക് മരിക്കുകയും 74 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അത് ഹർക്കത്ത് ഉൽ ജിഹാദ് അൽ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ഇതെല്ലാം എല്ലാ സംഘടനകളും ലഷ്കർ ഇ തൊയ്ബ ആയാലും അതിൻ്റെ അനുബന്ധ സംഘടനകളും ഇത്തരം സംഘടനകളൊക്കെ തന്നെ പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിന് തന്നെ ഭീഷണിയായ പ്രധാനപ്പെട്ട ഭീകരവാദ സംഘടനകളാണ്. ഇവർ ഓരോരുത്തരുമാണ് പലപ്പോഴും ഏറ്റെടുക്കുന്ന സംഘടന തന്നെ ആവണം എന്നില്ല. ഈ സ്ഫോടനത്തിന് പിന്നിൽ ചെറിയ സംഘടനകളൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയും അവരുടെ ഞങ്ങളുടെ ശക്തി ഇതാണ് എന്ന് കാണിക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടത്താറുണ്ട്. ലഷ്കർ ഇ തൊയ്ബയോ അല്ലെങ്കിൽ ലഷ്കർ ഇ തൊയ്ബയ്ക്ക് സമാനമായതോ അല്ലെങ്കിൽ അവരുടെ അനുബന്ധ സംഘടനകളോ അല്ലെങ്കിൽ അവരിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ സംഘടനകളോ ഒക്കെ തന്നെയാണ് പ്രധാനമായും ഇത്തരം സ്ഫോടനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. പിന്നീട് 2012 ഫെബ്രുവരി 13-നാണ് ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥരുടെ കാറിലായിരുന്നു അങ്ങനെ ഒരു സ്ഫോടനം നടന്നത്. അതിൽ ആർക്കും മരണം ഉണ്ടായില്ല, പക്ഷേ 4 പേർക്ക് പരിക്കേൽക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഈ 2012 ഫെബ്രുവരി 13 നടന്ന ഈ സ്ഫോടനത്തിന് ശേഷം കഴിഞ്ഞ 13 വർഷങ്ങളിൽ ഡൽഹിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഫോടനം നടന്നിട്ടില്ല. ഡൽഹി പൂർണ്ണമായും ഏറെക്കുറെ ശാന്തമായിരുന്നു എന്ന് വേണം പറയാൻ. ആ തരത്തിലേക്കുള്ള സ്ഫോടനങ്ങളൊന്നും തടയാതെ തന്നെ സ്വാഭാവികമായും ഭീകര സംഘടനകളെയൊക്കെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രാജ്യത്തിൻ്റെ തലസ്ഥാനം തന്നെയാണ്. അതിനുശേഷം ഇപ്പോഴാണ് സ്ഫോടനം നടക്കുന്നത്. ഇപ്പോഴത്തെ സ്ഫോടനത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഇത് ആൾക്കൂട്ടത്തിനിടയിലാണ്, ഒരു ചന്തയിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ റെഡ് ഫോർട്ട് മേഖല എന്നൊക്കെ പറഞ്ഞാൽ വലിയ തോതിൽ ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ എത്തുന്ന ഒരു സ്ഥലമാണ്. അത്തരം ഒരു സ്ഥലത്താണ് ഇപ്പോഴും സ്ഫോടനം നടന്നിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് കാറിൽ ബോംബ് കൊണ്ടുവന്ന് ആ ബോംബ് പൊട്ടിത്തെറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ താരതമ്യേന ഇൻ്റലിജൻസ് കുറഞ്ഞ മതി. അതിന് ഇൻ്റലിജൻസ് വേണ്ട എന്നല്ല, ഇൻ്റലിജൻസ് കുറഞ്ഞ മതി. അതിനപ്പുറത്തേക്ക് സുരക്ഷാ മേഖലയ്ക്ക് അകത്തേക്ക് എവിടെയെങ്കിലും കടന്നു കയറണമെങ്കിൽ ഈ മേഖല ആകെ സുരക്ഷാ മേഖല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഏതെങ്കിലും പാർലമെൻറ്റ് മന്ദിരത്തിലേക്കോ അല്ലെങ്കിൽ റെഡ് ഫോർട്ടിനുള്ളിലേക്കോ അല്ലെങ്കിൽ സൈനിക ഓഫീസിനുള്ളിലേക്കോ ഒക്കെ കടന്നു കയറി സ്ഫോടനം നടത്തുമ്പോഴാണ് അതിൻ്റെ അടുത്ത ഒരു പടി എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇത്തരമൊരു സ്ഫോടനം നടത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം അതീവ ജാഗ്രതയാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനിയൊരു സ്ഫോടനം ഇത്തരത്തിലേക്കുള്ളൊരു സ്ഫോടനം ഉണ്ടാവരുത് എന്ന തരത്തിലേക്കുള്ള ശ്രദ്ധ ഇന്ത്യ നൽകിയിട്ടുണ്ട്. അത്തരത്തിലേക്കുള്ള പരിശോധന രാജ്യവ്യാപകമായി തന്നെ നടക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ചു കാലത്തിന് ശേഷം 13 വർഷത്തിന് ശേഷമാണ് ഡൽഹിയിൽ വീണ്ടും ഈ തരത്തിൽ ഒരു സ്ഫോടനം നടക്കുന്നത്. कुछ नहीं जी, हम कुछ नहीं, हम ये देखे